ജയിലിലെത്തി സഹോദരി സന്ദർശിച്ചിരിക്കുന്നത്. ആധ്യാല ജയിലിലെത്തിയാണ് ഇമ്രാൻഖാനെ സഹോദരി കണ്ടിരിക്കുന്നത്. ഏകാന്ത തടവിലാണ് നിലവിൽ ഇമ്രാൻഖാൻ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കർണാടകയിൽ ATM ഉന്തുവണ്ടിയിൽ കടത്തി എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. കർണാടകയിലെ ബെലഗാവി വന്തമൂരി ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ATM ആണ് ഉന്തുവണ്ടിയിൽ കടത്തിയിരിക്കുന്നത്. കർണാടകയിലെ ബെലഗാവി വന്തപൂരി ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സെൻസറിൽ കറുത്ത പെയിന്റ് അടിച്ച് അലാറം തടയുകയായിരുന്നു. 3 പേർ ചേർന്നാണ് ഈ ഒരു ATM കടത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നതായാണ് അധികൃതർ പറയുന്നത്. 3 പേർ ചേർന്നാണ് ഇത്തരത്തിൽ ATM കടത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. സെൻസറിലടക്കം കറുത്ത പെയിന്റ് അടിച്ച് അലാറം അടക്കം തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഒരു വിദഗ്ധമായ തന്നെയുള്ള ഒരു കടത്ത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കർണാടകയിലാണ് ഇത്തരത്തിൽ ATM ഉന്തുവണ്ടിയിൽ കടത്തി കൊണ്ടുപോയിരിക്കുന്നത്. കർണാടകയിലെ ബെലഗാവി വന്തമൂരി ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 3 പേർ ചേർന്നാണ് ഇത്തരത്തിൽ ATM കടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. 1 ലക്ഷം രൂപയോളം ഈ ഒരു ATMൽ ഉണ്ടായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. സെൻസറിലടക്കം കറുത്ത പെയിന്റ് അടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അലാറം അടക്കം തടഞ്ഞുകൊണ്ടാണ് ഈ ഒരു കടത്ത് നടത്തിയിരിക്കുന്നത്. ATM ആണ് ഇത്തരത്തിൽ ഉന്തുവണ്ടിയിൽ കടത്തിയിരിക്കുന്നത്. കർണാടകയിലെ ബെലഗാവി വന്തമൂരി ഗ്രാമത്തിലാണ് ഈ ഒരു വിചിത്രമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ATM ആണ് ഉന്തുവണ്ടിയിൽ കടത്തിയിരിക്കുന്നത്. 1 ലക്ഷത്തിലധികം രൂപ ഉണ്ടായിരുന്നു ഈ ഒരു ATMൽ എന്നാണ് ലഭിക്കുന്ന അധികൃതർ പറയുന്ന വിവരം. 3 പേർ അടങ്ങുന്ന ഒരു സംഘമാണ് ഇതിന് പിന്നിൽ, ATM കടത്തുന്നതിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. കർണാടകയിലെ ബെലഗാവി വന്തമൂരി ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ATM മെഷീനാണ് ഉന്തുവണ്ടിയിൽ കടത്തിയിരിക്കുന്നത്. സെൻസറിലടക്കം കറുത്ത പെയിന്റ് അടിച്ചുകൊണ്ട് അലാറം അടക്കം തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഈ ഒരു വിദഗ്ധമായ ഒരു കവർച്ച നടത്തിയിരിക്കുന്നത്. 3 പേർ ചേർന്ന ഒരു സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഒരു ATMൽ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും ഇരുസഭകളും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷ MPമാർ പ്രതിഷേധിച്ചതോടെ സഭ പിരിയുകയായിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. പ്രതിപക്ഷം MPമാർ മുദ്രാവാക്യം വിളിച്ച് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. രാജ്യസഭയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ